എനിക്കുറപ്പാ, അവളെ എനിക്കെതിരെ ഇറക്കിയ ഗെയിമിന്റെ പിന്നിൽ അവളുടെ അവന്റെ ബുദ്ധിയാ. ആ ഋതികയുടെ രാജുവിന്റെ അമ്മാവനെ ഇലക്ഷനിൽ നിൽക്കാൻ സാധിക്കാത്തതിന്റെ പിന്നിൽ നമ്മളാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ദിവ്യ ഇറക്കി വിട്ട് DNA ടെസ്റ്റ് എന്ന് പറഞ്ഞ് വിരട്ടിയ ഞാൻ ഇലക്ഷനിൽ നിൽക്കാതെ പേടിച്ച് പിന്മാറുമെന്ന് കരുതിയെങ്കിൽ രണ്ടിനും തെറ്റി. എന്താടാ ഇത്? ദീപക്കേ, എടാ അവളെ ഇന്ന് ഞാൻ തീർക്കും. എടാ ദീപക്കേ, നിന്റെ തലയ്ക്ക് ഭ്രാന്തായോ? അതെ, ഭ്രാന്തായി. അവള് ജീവനോടുണ്ടെങ്കിലല്ലേ DNA ടെസ്റ്റിന് പോവാൻ പറ്റൂ. അവളെ ഇനി ആരും കാണില്ല. ആരും കാണാത്തിടത്തേക്ക് ഞാൻ അവളെ പറഞ്ഞു വിടും. ദീപക്കേ, നീ വെറുതെ എങ്ങനെ എടുത്തു ചാടരുത്. എടുത്തു ചാടി നിന്റെ കുഴി നീ തന്നെ തോണ്ടരുത്. എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ പിന്നിൽ നീയാണെന്ന് എല്ലാവരും കരുതൂ. എന്തിന്? പ്രതാപൻ പോലും സത്യങ്ങളെല്ലാം മനസ്സിലാക്കും. എടാ, ആരെങ്കിലും കാണുന്നതിന് മുൻപേ നീ ആ തോക്കെടുത്ത് മാറ്റിവെക്കേ. എന്നിട്ടേ സമാധാനത്തോടെ അമ്മ പറയുന്ന നീ ഒന്ന് കേൾക്ക്. അമ്മ പറയ്, ഞാൻ എന്താ വേണ്ടേ? ദിവ്യ മരിക്കണം. പക്ഷേ അതൊരു സ്വാഭാവിക മരണമായിരിക്കണം. കൊലപാതകമാണെന്ന് ആർക്കും ഒരു സംശയവും തോന്നരുത്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ഞാനാണെന്ന് നിനക്ക് തെളിയിക്കണം അല്ലടി? എന്റെ വഴിയിൽ ഇനി തടസ്സമായി വന്ന് നിൽക്കലെന്ന് പറഞ്ഞു വിട്ടതല്ലേ നിന്നെ? എന്ത് ധൈര്യത്തിലാടി നീ വീണ്ടും അവിടെ കയറി വന്നേ? ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ അത് പാടില്ലെന്ന് നിനക്ക് തോന്നിയോ? ഇല്ല, അങ്ങനെ നീ ഒറ്റയ്ക്ക് എന്റെ നേരെ വരാൻ ധൈര്യം കാണിക്കില്ല. പറയടി, ആരാ ആരാ നിന്നെ പറഞ്ഞു പിരിയേറ്റിയത്? ഈ ദീപക്കിനെതിരെ ആരാ നിന്റെ വാതുറപ്പിച്ചത്? എന്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാൻ നിന്നെ ഇറക്കി കളിച്ചത് ആരാടി? എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദീപക് സാറിന് എങ്ങനെ മനസ്സ് വരുന്നു? എന്നോട് ദീപക് സാറിന് സ്നേഹമില്ലായിരിക്കാം, പക്ഷെ എന്റെ വയറ്റിൽ വളരുന്ന ജീവൻ ദീപക് സാറിന്റെ ചോരയല്ലേ? ദീപക് സാറിന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന എന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ ദീപക് സാറിന് എങ്ങനെ സാധിക്കുന്നു? ഞാൻ ഉപയോഗിച്ച് ഉപേക്ഷിച്ച പെൺകുട്ടികളുടെ പിന്നാലെ പോയി അവർക്കൊക്കെ വയറ്റിലുണ്ടായ കുഞ്ഞുങ്ങളുടെ കണക്കെടുക്കാനേ ഞാനിതുവരെ പോയിട്ടില്ല. പിന്നെ നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് എന്റെ തന്നെയാണെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? നിങ്ങളുടെ സ്നേഹത്തോടുള്ള സംസാരത്തിലെ ഞാനൊരു സാധാരണക്കാരിയാണെന്ന് മറന്നു. എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു. ഈ കുഞ്ഞ് ദീപക് സാറിന്റെ അല്ലെങ്കിൽ പിന്നെ ഈ ഗുണ്ടയുമായി രാത്രി എന്നെ തേടി ദീപക് സാർ വന്നെന്തിനാ? ഞാൻ DNA ടെസ്റ്റിന് പോകുന്നത് ദീപക് സാർ ഭയക്കുന്നു. നീ ഒത്തിരി അങ്ങ് ശബ്ദം ഉണ്ടാക്കണ്ട. പണവും പിടിപാടും കഴിവുമുള്ള എന്നെ പോലെ ഉള്ളവനെതിരെ നീ ശബ്ദം ഉയർത്തിയാൽ അതാരും കേൾക്കില്ല ദിവ്യേ. ഇനി നീ ശബ്ദിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ വന്നത്. ഈ കുഞ്ഞ് എന്റേതാണെന്ന് പറയാൻ ഇനി നിന്റെ നാവ് ഉയരരുത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കരച്ചില് ഈ ലോകം കേൾക്കരുത്. രമേശ, തീർത്തേക്ക്. ദീപക് സാറേ, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. സാറിന്റെ പെർഫോമൻസ് എവിടെ വരെ പോകുമെന്നറിയാൻ മാറി നിൽക്കായിരുന്നു. ശബ്ദം ഉണ്ടാക്കല്ലേ. ശബ്ദം ഉണ്ടാക്കി നാട്ടുകാരെയൊക്കെ വരുത്തിയാലേ
ഇവിടെ നടന്നതും ഇതിനു മുൻപ് നടന്നതും ഞങ്ങൾക്ക് അവരോട് പറയേണ്ടി വരും. ദിവ്യ നിനക്കെതിരെ വന്ന അവളെ കൊല്ലാൻ പോലും നീ മടിക്കില്ലെന്ന് രാജു എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കും കരുതിയില്ല. നീ ശരിക്കും മനുഷ്യനായിട്ട് ജനിക്കേണ്ടവനായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. മനുഷ്യത്വമില്ലാത്ത മൃഗോ നീ. ദീപക്, നിനക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ദിവ്യയെ എന്തെങ്കിലും ചെയ്യാന്നുള്ള ധാരണ നിനക്കുണ്ടെങ്കിൽ അത് നടക്കില്ല. ഞങ്ങളെ ദിവ്യയുടെ ഒപ്പം ഉണ്ടാവും. ഇനി ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ദിവ്യ എന്തെങ്കിലും ചെയ്യാനാണ് ഭാവമെങ്കിൽ പോലീസില് ദിവ്യ ഒരു പേപ്പർ നൽകിയിട്ടുണ്ട്. ദിവ്യക്ക് എന്ത് സംഭവിച്ചാലും നീയായിരിക്കും അതിന് കാരണക്കാരൻ. അതുകൊണ്ട് ഇനി DNA റിസൾട്ട് വരുന്നത് വരെ വലിയ അഭ്യാസമൊന്നും എടുക്കാന്ന് കരുതണ്ട. ദീപക്, ഒരു കാര്യം കൂടി. അച്ഛനെതിരെ പരാതി കൊടുത്ത കർഷകരെവിടെയാണെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങൾ നേരെ അവിടേക്ക് പോവാം. അവരെ കണ്ട് സംസാരിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കോടതിയില് ഞങ്ങൾ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കും. അതോടെ അച്ഛന് ഞങ്ങളോടുള്ള എല്ലാ വിരോധങ്ങളും മാറി ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരും. ഋതികമ്മയുടെ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്? മറച്ചു വെച്ചിട്ട് എന്താ രാജു പ്രത്യേകിച്ച് പ്രയോജനം? ആ, അതും ശരിയാണ്. നോ, ഇവരവരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് എനിക്കവിടെ എത്തണം. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ഇനി ദീപകിന്റെ ശല്യം ഉണ്ടാവില്ലേ? ശരി ദിവ്യ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി രാജുവേട്ടാ. ഋതിക മാഡം പോ. ആ രമ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആ രാജു ഋതിക അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. വർമ്മസാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. നടന്ന സംഭവങ്ങളിൽ എനിക്ക് ഖേദമുണ്ട്. അത് ഞാൻ വർമ്മസാറിനെ വിളിച്ചറിയിച്ചതുമാണ്. ഈ പ്രായത്തിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരോരുമില്ലാത്ത 2 വയോധികരോട് വർമ്മസാറ് ഈ ക്രൂരത ഒരിക്കലും കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ വർമ്മസാറിന്റെ സ്വന്തം മകള് തന്നെ വർമ്മസാറിനെതിരെ പരാതി നൽകാൻ അവരെ സപ്പോർട്ട് ചെയ്തതാണ് കോടതിയിൽ നിന്ന് പോലും വർമ്മസാറിനെതിരെ വേഗം ആക്ഷൻ എടുക്കാൻ കാരണമായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വർമ്മസാറിന്റെ നിരപരാധിത്വത്തിൽ യാതൊരു സംശയം എനിക്കില്ലെങ്കിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ എനിക്ക് ഈ കാര്യത്തിൽ വർമ്മസാറിനെ സഹായിക്കാനാവില്ല. പക്ഷേ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ പറ്റൂ സാർ. അതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഐ എം സോറി സർ, അതിനുള്ള ഒരു ചാൻസ് ഞാൻ മുന്നിൽ കാണുന്നില്ല. 100% ചാൻസ് ഉണ്ട് സർ. അംബിക മേഡം ഉണ്ടായിരുന്നോ സാറിന്റെ കൂടെ? ഇരിക്കും മേഡം. ഓക്കെ, പറയൂ മേഡം, എന്താണ് നമുക്ക് മുമ്പിലുള്ള ചാൻസ്? എന്റെ അനിയനെതിരെ പരാതി നൽകിയ കർഷകര് അവരുടെ പരാതി പിൻവലിച്ചു. തെറ്റിദ്ധാരണയുടെ പേരില അവര് പ്രതാപവർമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. അത് ബോധ്യമായ ബഹുമാനപ്പെട്ട കോടതി പ്രതാപവർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനാണെന്ന് ശരിവെച്ച ഓർഡർ അത്. ഇനി എന്റെ അനിയന്റെ നോമിനേഷൻ സാറിന് സ്വീകരിക്കാലോ? ഷുവർ.
ബെസ്റ്റ് ഓഫ് ലക്ക് സാർ. താങ്ക് യു. സർ, എതിരെ വന്ന ശത്രുക്കളുടെ ആയുധങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വർമ്മ സാറിനെ വിശ്വസിക്കുന്ന ജനങ്ങളെയും അണികളെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് വർമ്മ സാറ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ വർമ്മ സാറിന് പറയാനുള്ളത്? അവസാന വിജയമൊന്നും സത്യത്തിനൊപ്പമായിരിക്കും. വളരെ ഗുരുതരമായ ഒരു ആരോപണവും അതിന് പിന്നാലെ ഉണ്ടായ അടിയന്തര നടപടികളും എന്റെ മുന്നോട്ടുള്ള പാതയെ തടസ്സപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസിക്കുന്നവരുടെയും പ്രാർത്ഥന കൊണ്ടും ശരി എന്റെ പക്ഷത്തായതുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതിയെ സത്യമെന്താണെന്ന് ബോധ്യപ്പെടുത്തി ഈ ഇലക്ഷൻ നോമിനേഷൻ നൽകാൻ എനിക്ക് സാധിച്ചു. ഇനി മുന്നോട്ടുള്ള വിധി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. താങ്ക് യു. വർമ്മ സാറിനെതിരെ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ചത് എതിർ കക്ഷികളാണോ അതോ മറ്റാരെങ്കിലും ആണോ? നോ, നോ കമന്റ്സ്. ആ പ്രതാപ, ദേ ഇവരാ കർഷകര്. വർമ്മ സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. വിതച്ച 100 മേനി തരുന്ന ആ മണ്ണിനെയാണ് ദൈവമായി കണ്ട് ഞാനും ഇവളും ഇത്രയും കാലം ജീവിച്ചത്. ആ മണ്ണ് കൈവിട്ട് പോവുകയാണെന്ന് കേട്ടപ്പോ വർമ്മ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഓർക്കാനുള്ള മനസ്സ് ഈ പാവങ്ങളായ ഞങ്ങൾക്ക് ഓർക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല സാറേ. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോ ഞങ്ങളെ തടഞ്ഞ ആ പെൺകുട്ടി വർമ്മ സാറിന്റെ മകളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ കുഞ്ഞിനോട് ദേഷ്യമൊന്നും കാണിക്കരുത്. വർമ്മ സാറ് ഞങ്ങൾക്ക് തന്ന ഭൂമിയാണെന്ന് ആ കുഞ്ഞിനെ അറിയില്ലായിരുന്നു. ആ കുഞ്ഞാണ് ഞങ്ങളിപ്പോ ജീവനോടിരിക്കാൻ കാരണം. ആ ദുഷ്ടന്മാര് പറഞ്ഞു തന്ന നുണ കേട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ വർമ്മ സാറ് വലിയ പ്രശ്നത്തിലായി പോയേനെ. ശരിക്കും ഞങ്ങളെയും വർമ്മ സാറിനെയും രക്ഷപ്പെടുത്തിയത് ആ കുഞ്ഞാ. കൃഷിയുടെ കാര്യങ്ങൾക്കോ മറ്റെന്ത് ആവശ്യങ്ങൾ വന്നാലും എന്നെ വന്ന് കാണാൻ മടിക്കരുത്. വലിയ ഉപകാരം വർമ്മ സാറേ. അച്ഛാ, കൺഗ്രാറ്റ്സ് അച്ഛാ. അച്ഛന്റെ കയ്യിന്നേ ഒരു ഷേക്ക് ഹാൻഡ് കിട്ടിയെന്ന് കരുതി നീ അങ്ങ് പൊങ്ങി ആകാശത്ത് മേഘത്തിന്റെ അടുത്ത് പോയി തട്ടല്ലെറുതിയേ. വേദനിക്കും നിനക്ക്. പ്രതാപൻ അത് വെറും സഹതാപം കൊണ്ട് ചെയ്തതാ. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാതെ രണ്ടാളും കൂടി വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്ക്. ഉവ് വന്ന വഴികളൊന്നും രാജവും ഋതികാമേടോ മറന്നിട്ടില്ല. പോകാൻ വേണ്ടി തന്നെ വന്നത്. പോകുന്നതിന് മുമ്പ് 2 വർത്താനം അംബിക മേഡത്തിനോടും ദീപക് സാറിനോടും പറയാതെ പോകണ്ടെന്ന് കരുതി. എന്താണ് നിനക്ക് പറയാനുള്ളത്? ദീപക് സാറേ, പതിയെ. കളക്ടർ ഓഫീസർ. അംബിക മേഡം, ഞാനൊരു വഴക്കിനോ വെല്ലുവിളിക്കോ വന്നതല്ല. ശരിക്കും നിങ്ങളോട് 2 പേരോടും നന്ദി പറയാനാ വന്ന, അല്ലേ? ആ അമ്മായി, ദീപകെ, 2 പേർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ചെയ്തു തന്നതേ വലിയൊരു ഉപകാരം. ഉപകാരം? എന്തുപകാരം? വർമ്മ സാറിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത കർഷകരെ കൊണ്ടുവന്ന് പരാതി പിൻവലിപ്പിച്ച് വർമ്മ സാറിനെ കൊണ്ട് നിങ്ങൾ വീണ്ടും നോമിനേഷൻ സമർപ്പിച്ചില്ലേ? അതിന് ഞങ്ങൾ എന്തിനാ നിങ്ങളോട് നന്ദി പറയുന്നതെന്നായിരിക്കും മാഡവും ദീപക് സാറും ചിന്തിക്കുന്നതല്ലേ? പറഞ്ഞുതരാം. ഇന്നലെ രാത്രിയില് ദീപക് സാറിനോട് ആ കർഷകരെവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞില്ലേ? വെറും നുണയാ. ദീപകെ, കളക്ടർ ഓഫീസർ എന്നെ വെറും മണ്ടനാക്കിയല്ലടാ. അതിന് പ്രത്യേകിച്ച് ആക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണല്ലോ. കൃത്യസമയത്ത് വർമ്മ സാറിനെ കൊണ്ട് നോമിനേഷൻ ചെയ്യിപ്പിച്ചതിന് അംബിക മാഡത്തിനും ദീപക് സാറിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പൊ ശരി, വർച്ച മാഡം. അമ്മായി, എങ്കിൽ ഞങ്ങളങ്ങോട്ട്. അമ്മേ, ഞാൻ കാളെ പെറ്റൂന്ന് കേട്ടാ അപ്പ കയറെടുക്കാൻ ഇറങ്ങിക്കോണം. പിന്നെയൊക്കെ
പ്രതാപ ദാ ചായ. ആ സത്യം പറഞ്ഞ ഇപ്പോഴാ നിന്റെ മുഖത്തൊരു തെളിച്ചം വന്നത്. ചേച്ചി പറഞ്ഞത് സത്യമാ. ചേച്ചിക്ക് അറിയാമല്ലോ എന്റെ ദീർഘകാലമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ലെന്ന്. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഒടുവിൽ സത്യം പുറത്തു വന്നു. ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസത്തിന് ഒരു പോറലേറ്റതുമില്ല. എന്റെ സന്തോഷത്തിന് മറ്റെന്താ എനിക്ക് വേണ്ടത്? സത്യമാ പ്രതാപ, നിന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോ നിന്നേക്കാൾ ഒരുപാട് വിഷമിച്ചത് ഞാനാ. നീ ഈ കുടുംബത്തിന്റെ അഭിമാനമല്ലേ? അല്ലെങ്കിലും ജനങ്ങളെ പറ്റിച്ച് ജീവിക്കേണ്ട ആവശ്യം നിനക്കില്ലല്ലോ. നീ ഒരു തെറ്റും ചെയ്യില്ലാന്ന് കുട്ടിക്കാലം മുതൽക്കേ നിന്നെ അറിയാവുന്ന എനിക്കറിയില്ലേ? ദേ, കണ്ടില്ലേ, പത്രക്കാരൊക്കെ നല്ല റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി. ആഹാ, ശരിയാണല്ലോ. ദൈവമേ നമ്മുടെ കൂടെയുണ്ട് പ്രതാപ. ഇത്തവണത്തെ ഇലക്ഷന് നീ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഈ ചേച്ചിക്ക് 100% ഉറപ്പാ. നിന്റെ ഇമേജ് ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന് നിന്നെ ദ്രോഹിച്ചവരും കൂടി അറിയട്ടെ. ഞാനൊരു സത്യം പറയട്ടെ ചേച്ചി. ഇടയ്ക്ക് ഞാൻ തളരുമ്പോ ചേച്ചിയുടെ ഈ വാക്കുകള് എനിക്ക് വീണ്ടും ഊർജം തരുന്നത്, എന്നെ ഞാനാക്കി മാറ്റുന്നത്. നിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലോകത്ത് വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല പ്രതാപ. സത്യോ ചേച്ചി. ദീപകേ, നിനക്ക് ഈ ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആവാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ? ഇല്ല അമ്മാവ. അമ്മാവൻ തന്നെയാണ് സ്ഥാനാർത്ഥിയാവാൻ തികച്ചും യോഗ്യൻ. നിന്റെ പേരിൽ ദിവ്യയുടെ ആരോപണം ഉള്ളതുകൊണ്ടാണ് നിന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാത്തത്. ദീപകേ, ഇനി ദിവ്യ DNA ടെസ്റ്റ് നടത്തി കുറ്റം നിന്റെ പേരിൽ വന്നാൽ അത് നമുക്കാകെ അപമാനവും. എന്റെ രാഷ്ട്രീയ ജീവിതത്തെ അത് ബാധിക്കും. നീ എന്താ പ്രതാപ ഈ പറയുന്നേ? ദീപക് തെറ്റുകാരനാണെന്നാണോ? അവൻ എന്റെ മോനാ, എന്റെ വയറ്റിൽ പിറന്നവൻ. ദീപക് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അമ്മയായ ഈ അംബിക അറിയാതിരിക്കില്ല. പ്രതാപ, നിനക്കറിയാവുന്നതല്ലേ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പൂർവികരോ ഈ തലമുറയിൽപ്പെട്ടവരോ ഇങ്ങനൊരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ആ പാരമ്പര്യ ദീപകിന്റേത്. ചേച്ചി, ഞാനൊരു വിദൂര സാധ്യത പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ചേച്ചി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. രാഷ്ട്രീയ എതിരാളികള് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക എന്തെങ്കിലും ഒരു ആരോപണം കിട്ടാൻ. അമ്മാവൻ എന്തായാലും ഒന്നും ആലോചിച്ച് ടെൻഷനാവണ്ട. എന്തായാലും ഇത്തവണ അമ്മാവനിലെ സ്ഥാനാർത്ഥി. ഞാൻ കട്ട സപ്പോർട്ടായി അമ്മാവന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ദിവ്യയുടെ കാര്യം അതെനിക്ക് വിട്ടേക്ക്. കണ്ടില്ലേ പ്രതാപ എന്റെ മോന്റെ ആത്മവിശ്വാസം? നീ ധൈര്യമായിട്ട് മത്സരിക്ക്. എന്റെ പ്രാർത്ഥന എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടാവും. നിങ്ങളിവിടെ നിന്നാ മതി. എന്താ സാർ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? തന്നെ കാണാൻ വരാൻ എനിക്ക് എന്തിനാടോ ഒരു മുന്നറിയിപ്പ്? അങ്ങനെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇനി അത് ശരിയല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇനി മുതൽ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് വരാം. അയ്യോ സാർ, ഇവിടെ ഏത് നിമിഷവും അനുവാദം വാങ്ങാതെ വരാവുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ആളാ സാറ്. സാർ വരണം സർ. ശേഖര, സുഖമല്ലേ? അതെ സർ. ഇനി വർമ്മയ്ക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ കൂടെ ഉണ്ടാവണം. ഉറപ്പായും ഉണ്ടാവും സർ. ശേഖരനെ കുറിച്ചും ജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. അത് പ്രയോജനപ്പെടുത്തണം. ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഇത്തരക്കാരെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ആ ചേച്ചി, ചായ എടുക്കാൻ പറയും. സാറിന് വിത്തോട്ടാ. അത് പിന്നെ എനിക്കറിയില്ലേ. അതെ അതെ, അംബികയുണ്ടാക്കിയ ചായ ഞാൻ എത്രയോ കുടിച്ചിരിക്കുന്നു.
പക്ഷേ ഇപ്പൊ ചായ വേണ്ട അമ്പിയെ. ഞാൻ കുറച്ചു മുമ്പ് ഒരു ചായ കുടിച്ചതേയുള്ളൂ. എടോ വർമ്മേ, തന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ 1-2 ദിവസമായി വിചാരിക്കുന്നു. എന്താ സാർ? മറ്റൊന്നുമല്ല, ഈയിടെയായിട്ട് തനിക്ക് രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കൾ ഏറുകയാണോ എന്നൊരു സംശയം. അതെന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ കുറച്ചു നാളായി നിരീക്ഷിക്കുന്നു. തനിക്ക് തുടർച്ചയായിട്ട് പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുക. തനിക്കറിയാവുന്നതല്ലേ? കുറച്ചുനാൾ മുമ്പ് വരെയും പാർട്ടിക്കകത്തോ ജനങ്ങൾക്കിടയിലോ തന്നെക്കുറിച്ച് ചെറിയൊരു ആരോപണം പോലും ഉണ്ടായിട്ടില്ല. വളർന്നു വരുന്ന യുവ നേതാക്കൾക്ക് താനൊരു റോൾ മോഡലായിരുന്നു. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ പാർട്ടിയിൽ പല നേതാക്കന്മാരും തന്നെക്കുറിച്ച് പല മുറമുറുപ്പുകളും നടത്തുന്നുണ്ട്. സാർ, എന്റെ അറിവിൽ എനിക്കങ്ങനെ ശത്രുക്കളായിട്ട് ആരുമില്ല. അത് പാർട്ടിക്കുള്ളിലായാലും പാർട്ടിക്ക് പുറത്തായാലും.